മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ മെത്രാപ്പോലീത്ത തിരഞ്ഞെടുപ്പിന്റെ രീതിയാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുവാനായി പോകുന്നത്. ഒരു മെത്രാപ്പോലീത്ത തിരഞ്ഞെടുപ്പിന്റെ പ്രഥമ പടി എന്ന് പറയുന്നത് നോമിനേഷനുകൾ സമർപ്പിക്കുക എന്നതാണ്. അവിവാഹിതരായ പട്ടക്കാർക്കാണ് നോമിനേഷൻ കൊടുക്കുവാനുള്ള അനുമതി. ഇവർ ചുരുങ്ങിയത് BD, അതായത് ബാച്ചലർ ഓഫ് ഡിവിനിറ്റി ബിരുദവും ഇടവക വികാരിമാരുമായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ളവരായിരിക്കണം. ശേഷം ലഭിച്ച നോമിനേഷനുകൾ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ സൂക്ഷ്മ പരിശോധനയ്ക്കായി വിടും. രണ്ടാം ഘട്ടത്തിൽ പരിശുദ്ധ സുന്നഹദോസ് അംഗങ്ങൾ, സഭാസ്ഥാനികൾ, 2 സെമിനാറുകളുടെയും പ്രിൻസിപ്പൽമാർ, തിരഞ്ഞെടുക്കപ്പെട്ട മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ അടങ്ങിയ പരിശുദ്ധ ബാവ തിരുമേനി നിയമിക്കുന്നവരാണ് സ്ക്രീനിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളായുള്ളത്. ഇവരിൽ ലഭിച്ച അപേക്ഷകളെ സൂക്ഷ്മമായി പരിശോധിക്കുകയും അന്തിമഘട്ടത്തിൽ, അതായത് മലങ്കര അസോസിയേഷനിൽ തിരഞ്ഞെടുക്കപ്പെടേണ്ട മെത്രാപ്പോലീത്തമാരുടെ എണ്ണത്തിന്റെ 100% കൂടി വർദ്ധിപ്പിച്ച് ഇരട്ടി പേരുകൾ മാനേജിംഗ് കമ്മിറ്റിക്ക് ശുപാർശ ചെയ്യുന്നു. ഉദാഹരണത്തിന് 4 പേരെയാണ് അന്തിമഘട്ടത്തിൽ, അതായത് അസോസിയേഷൻ ഘട്ടത്തിൽ മെത്രാപ്പോലീത്തമാരായി തിരഞ്ഞെടുക്കേണ്ടതെങ്കിൽ 8 പേരുടെ പേരുകളായിരിക്കും മാനേജിംഗ് കമ്മിറ്റിക്ക് സ്ക്രീനിംഗ് കമ്മിറ്റി നൽകുക. മൂന്നാം ഘട്ടത്തിൽ സഭാ മാനേജിംഗ് കമ്മിറ്റി വോട്ടെടുപ്പിലൂടെ അന്തിമഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെടേണ്ട മെത്രാപ്പോലീത്തമാരുടെ എണ്ണത്തിന്റെ 50% മാത്രമാക്കി വർദ്ധിപ്പിച്ച് സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ലിസ്റ്റിനെ ചുരുക്കും. ആ ലിസ്റ്റ് അസോസിയേഷനിലെ വോട്ടെടുപ്പിനായി പോകുകയും ചെയ്യും. ഉദാഹരണത്തിന് 8 പേരിൽ നിന്ന് 6 പേരായി ഈ ലിസ്റ്റ് ചുരുങ്ങും. ഈ 6 പേരുടെ ലിസ്റ്റാണ് അസോസിയേഷൻ അംഗങ്ങൾക്ക് വോട്ടിങ്ങിനായി ലഭിക്കുന്നത്. നാലാം ഘട്ടത്തിൽ, അതായത് അന്തിമഘട്ടത്തിൽ മലങ്കര അസോസിയേഷൻ തിരഞ്ഞെടുപ്പിൽ വൈദികർക്കും അൽമായർക്കും വെവ്വേറെ ബാലറ്റ് പെട്ടികളും 2 നിറത്തിലുള്ള ബാലറ്റ് പേപ്പറുകളുമായിരിക്കും ഉണ്ടാവുക. ഇതിലെ വോട്ടെടുപ്പിലൂടെയാണ് അന്തിമ ഫലം പ്രഖ്യാപിക്കുന്നത്. അതിൽ ആ അസോസിയേഷൻ യോഗത്തിൽ ഹാജരായിട്ടുള്ള വൈദികരുടെയും അൽമായരുടെയും പ്രത്യേകം വോട്ടുകളിൽ 50% കൂടുതൽ വോട്ടുകൾ ലഭിക്കുന്നവരാണ് മെത്രാപ്പോലീത്തമാരായി അന്തിമഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നത്.